ശ്രീ രാജു പി നായർ ഏറ്റവും ഒടുവിൽ ഉമർ ഫൈസി മുക്കം മാതൃഭൂമി ന്യൂസിന് കൊടുത്ത ഒരു ബൈറ്റിൽ ഞാൻ പറഞ്ഞു കേട്ടത്, സ്കൂൾ സമയമാറ്റത്തിൽ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ശരിക്കും സംസാരിച്ചില്ലെങ്കിൽ നന്നായി സംസാരിപ്പിക്കാൻ അറിയാം, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത്. ഒരു ജനാധിപത്യ സർക്കാരിനെ വിരട്ടുകയാണ് ഒരു സംഘടന, അതനുവദിക്കാൻ പറ്റില്ലല്ലോ. ശ്രീ രാജു പി നായർ, നമ്മൾ പറയുന്നത് ആധുനിക വിദ്യാഭ്യാസം എന്നാണ്. ആധുനിക വിദ്യാഭ്യാസമാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ആധുനികമാവണം. കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആവുന്നത് അത് മതപഠനമല്ല, അത് സയൻറ്റിഫിക് ടെമ്പറുള്ള പഠനമാണ് അവരുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അതിൽ മതം വേണ്ട, മതനിരാസം പറയുന്നില്ല. അതിൽ എന്താണ് ഏതെങ്കിലും കുട്ടിക്ക് മറ്റൊരു മതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് വേണ്ട എന്നൊരു വിദ്യാഭ്യാസ മന്ത്രി തീരുമാനമെടുത്താൽ അതിനെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് സ്വാഗതം ചെയ്യണ്ടേ? രാജു പി നായർ. ഹാഷ്മി, ഞാനതിലേക്ക് എത്താം. അതിന് മുമ്പായിട്ട് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള വസ്തുതാപരമായ വശം കൂടി പറഞ്ഞോട്ടെ. ഒന്ന്, അദ്ദേഹം സൂചിപ്പിച്ച വേദവ്യാസൻ്റെ പേരിൽ എവിടെയെങ്കിലും അമ്പലമുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ആലപ്പുഴയിൽ നീരാറ്റുപുറത്ത് വേദവ്യാസ ക്ഷേത്രമുണ്ട്. അതുകൂടാതെ കോട്ടയത്ത് വേദഗിരിയിൽ അവിടെയും ഉണ്ട് ഒരു വേദവ്യാസ ക്ഷേത്രം. അപ്പോൾ വ്യാസൻ്റെ പേരിൽ അമ്പലങ്ങളില്ല എന്നുള്ളത് തെറ്റായ ഒന്നാണ്. കേരളത്തിൽ മാത്രമല്ല, ഉത്തർപ്രദേശ്, ഒഡീഷ തുടങ്ങിയ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും വേദവ്യാസ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞത് വസ്തുതാപരമായ തെറ്റാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് സംസ്കാരമാണ്. ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങ് വേദവ്യാസന്റെ പേരിൽ ക്ഷേത്രമുണ്ടോ എന്ന് അങ്ങ് ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. എന്നോടല്ലായിരുന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതിന് മറുപടി പറഞ്ഞു. രണ്ട് അമ്പലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. നീരാറ്റുപുറത്തും വേദഗിരിയിലും ഈ രണ്ട് അമ്പലങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ നാരായണഗുരുവിന് അമ്പലം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നത് സംസ്കാരം പഠിപ്പിക്കണം. സംസ്കാരമല്ല പഠിപ്പിക്കേണ്ടത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന് എന്താണ് സംസ്കാരം അവർ ഉൾക്കൊള്ളുന്നത്, അതാണ് സംസ്കാരം. അതല്ലാതെ ഏതെങ്കിലും സംസ്കാരം എന്ന് പറഞ്ഞ് എഴുതി പഠിപ്പിക്കേണ്ട ഒന്നല്ല. അങ്ങനെ എഴുതി സംസ്കാരം പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജാതി വ്യവസ്ഥ ഉൾപ്പെടെ ഇനി പഠിപ്പിക്കേണ്ടി വരും. വലിയ കാലം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലൊന്നും അല്ലല്ലോ. 100 വർഷങ്ങൾക്കോ 75 വർഷങ്ങൾക്കോ മുന്നിൽ ഈ നാട്ടിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉൾപ്പെടെയുള്ള അയിത്തം ഉൾപ്പെടെ സംസ്കാരമായിട്ട് പഠിപ്പിക്കേണ്ടി വരും. ജനിപ്പിച്ച മനുഷ്യനെ അച്ഛ എന്ന് വിളിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനതയെക്കുറിച്ചും പഠിപ്പിക്കേണ്ടി വരും ഷാബു പ്രസാദ്. അതുകൊണ്ട് സംസ്കാരത്തിൽ നിങ്ങൾ പിടിച്ചു തൂങ്ങരുത്. ആ സംസ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും റിഗ്രസീവാണ്. അതുകൊണ്ട് ഒരിക്കലും സംസ്കാരമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മുടെ നാടിൻ്റെ ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്. ആ ചരിത്രത്തെ വക്രീകരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ് മറ്റൊരു വിഷയം. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പിന്നെ നോക്കൂ, എന്താണ് അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം, ഇവിടെ മതനിരാസം പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല, അതിൽ മതനിരപേക്ഷതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ സെക്യുലർ ഐഡിയോളജി. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ള, എല്ലാ വിശ്വാസങ്ങളെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മതനിരാസമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മൾ പഠിപ്പിക്കേണ്ടത് മതനിരപേക്ഷതയാണ്. ഇപ്പോൾ ഷാബു പ്രസാദ് ഇവിടെ പറയുന്നുണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ജനത. ഒരിക്കലുമല്ല, ഈ ജനത വളരെ സെൻസിബിളായിരുന്നു. ഹാഷ്മിയും ഞാനും അതുപക്ഷെ ഷാബു പ്രസാദും ഉൾപ്പെടെയുള്ള തലമുറ വളരെ സെൻസിബിളായിരുന്നു. നിർമാല്യം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട് അതിൽ നിന്ന് എന്താണ് മനുഷ്യൻ്റെ വേദന എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സെൻസിബിളായ മനുഷ്യരായിരുന്നു. അതല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള ചിത്രങ്ങളും സിനിമകളും അതുപോലെ തന്നെ മറ്റ് ലേഖനങ്ങളും എല്ലാം മതത്തിനപ്പുറം ഒരു ജാനകി എന്നൊരു പേരിട്ടതിന് ആ സംവിധാനം നമ്മൾ കണ്ടു. അവിടെ വിഗ്രഹത്തിൽ നിനക്ക് തുപ്പുന്ന ആളുടെ പേര് പി ജാനടി എന്നാ. ഇപ്പൊ ഈ കാലത്താണ് എന്താ അവസ്ഥയാവുമായിരുന്നു ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻസിബിളായി ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു നമ്മൾ. ആ സെൻസിബിളായി ജീവിച്ചിരുന്ന മനുഷ്യരെ ഒരു കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോടുകൂടി ഇൻസെൻസിറ്റീവ് ആക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഷാബു പ്രസാദിൻ്റെ ആശയത്തിനാണ്. മനസ്സിലായില്ലേ? സെൻസിബിളായിരുന്ന ഒരു മനുഷ്യൻ. കാരണം ഞാനും ഹാഷ്മിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് മതത്തിനപ്പുറമുള്ള മതസൗഹാർദ്ദമാണെന്നും നമ്മൾ ഒന്നാണെന്നും ചിന്തിച്ചെടുത്തു നിന്ന് നിങ്ങൾ ഒന്നല്ല, നിങ്ങൾ രണ്ടാണ് എന്നുള്ള ഇൻസെൻസിറ്റിവിറ്റി കൊണ്ടുവന്നത് ഈ ഷാബു പ്രസാദിൻ്റെ ആശയം. അതാണ് ഹാഷ്മി പറഞ്ഞ പോലെ ജാനകി എന്നുള്ള പേര്, ആ പേരിൽ പോലും പ്രശ്നം കണ്ടുപിടിക്കാൻ കഴിയുന്ന സംസ്ഥാനത്ത് ഈ നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൽ മതം തിരഞ്ഞു പോകുന്ന വൈകൃതത്തിലേക്ക്, മാനസ വൈകൃതത്തിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ ഷാബു പ്രസാദിൻ്റെ ആശയമാണ്. അവിടെയാണ് പ്രശ്നം. ആ ആശയത്തെ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ നഖശികാന്തം എതിർക്കും.
ഞങ്ങൾ ഒരു കുട്ടിയെ കൊണ്ടും ഒരു അധ്യാപകൻ്റെയും ഒരാളുടെയും കാല് കഴുകിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നവരല്ല. ഹാഷ്മി, നമ്മളൊക്കെ പുതിയ തലമുറയിൽ ജീവിക്കുന്നവരാ. നമ്മുടെ മക്കൾ, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന BJP-യുടെ നേതാക്കന്മാരുടെ മക്കളെ ഇത് പരിശീലിപ്പിക്കുമോ? അവിടെ ചെന്ന് ആ പിള്ളേര് തിരിച്ചു ചോദിക്കില്ലേ? അവരെ എപ്പോഴെങ്കിലും നമുക്ക് പുതിയ യുഗത്തിൽ പുതിയ തലമുറയെ കൈകാര്യം ചെയ്യാൻ പാരന്റിങ് തന്നെ മാറുന്ന സാഹചര്യമാണ്. നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ കുട്ടികളെ സുഹൃത്തുക്കളായി കണ്ട് ആ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ്. ഒരു വടിയെടുത്ത് തല്ലുന്നത് പോലും ഒരുപക്ഷെ ഇന്നത്തെ പാരന്റിങ്ങിന് വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. കുട്ടികളെ സ്വന്തം സുഹൃത്തുക്കളെ, എൻ്റെ മകളെ എൻ്റെ സുഹൃത്തിനെ പോലെ ഞാൻ വളർത്തുന്നത്. ഞങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. ഞങ്ങൾ ലൈംഗികത മുതൽ ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം അവർക്ക് അത് ഞങ്ങളോട്, മാതാപിതാക്കളായ ഞങ്ങളോട് തുറന്നു പറയാനുള്ള സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്തേണ്ട രീതി. അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാതെ കുട്ടികളെ സംസ്കാരത്തിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മയാണെന്ന അടിമ ബോധത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഭരിക്കാനുള്ളതാണ് എന്നുള്ള ചിന്ത അവരിലേക്ക് അധ്യാപകരിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ചുറ്റുപാടും നടക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള ലൈംഗിക മാഫിയ ഉൾപ്പെടെയുള്ള ആ ഒരു ചുറ്റുപാടും നടക്കുന്നവർക്ക് അവരനുഭവിക്കുന്നത് തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ പ്രോഗ്രസീവായി, ഒരു സമൂഹം പ്രോഗ്രസീവായി ചിന്തിക്കുമ്പോൾ പിടിച്ചിരുത്തി കാല് കഴുകിക്കുന്നവരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സർക്കാർ അത്തരത്തിലെടുക്കുന്ന നടപടികളെ ഞങ്ങൾക്ക് എതിർപ്പില്ല. അവിടെ മറ്റൊന്നുണ്ട് ഹാഷ്മി, ജനാധിപത്യ സർക്കാരിനെ ഒരു സെക്കൻഡ് ജനാധിപത്യ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ മതസംഘടനകൾ മാറുന്നോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ജനാധിപത്യ സർക്കാരുകൾ ജനാധിപത്യപരമായി പെരുമാറുക എന്നുള്ളത് കൂടിയുണ്ട്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ചുറ്റും ഈ സംഘപരിവാറിൻ്റെ ദുശക്തികൾ ഇത്തരത്തിലുള്ള വല വിരിച്ച് ഇതിനെയെല്ലാം കപടവൽക്കരിച്ച് അതിനെയെല്ലാം സമൂഹത്തിലൊരു പ്രശ്നമാക്കാൻ നോക്കി നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നടപടികൾ എടുക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ്, ഒരു കൺസെൻസസ് അതുണ്ടാക്കിയതിനു ശേഷം നടപ്പാക്കുക എന്നുള്ള വലിയ, ഇപ്പോൾ സൂംബ വിവാദം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സൂംബ പറയുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തല്ലോ. അങ്ങനെ നിലപാടെടുത്തപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ആദ്യം നിലനിന്നവർക്ക് പിന്നീട് മയപ്പെടുത്തേണ്ടി വന്നു. അവിടെ ഞാൻ പറയുന്നത് ഈ സർക്കാർ അത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതോട് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ആശയം കൊണ്ടുവരുമ്പോൾ അടിച്ചേൽപ്പിക്കാനുള്ള നേരത്തെ ചർച്ചകൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒരു സർക്കാരിനെ വരട്ടാൻ ആർക്കും അവകാശമില്ല. ഇപ്പൊ നമ്മളും പഠിച്ചവരാണ്. ഇപ്പോൾ എന്നെ തന്നെ പണ്ട് കായ്ക്കയും ആയും പഠിപ്പിച്ച വിജയനാശാൻ, LKG പഠിപ്പിച്ച ജയശ്രീ ടീച്ചർ, രോഹിണി ടീച്ചർ, 1ാം ക്ലാസ് ഇന്നലെ ടീച്ചർ, സിന്ധു ടീച്ചർ, മോഡൽ ട്യൂഷൻ സെന്ററിലെ ശശി സാർ മരിച്ചുപോയി, പാവം. ഹരിസാറ്, ഫിലിപ്പ് സാറ്, വിജയകുമാർ സാർ, +2 തോമസ് സാർ, ശ്രീധർ ടീച്ചർ, ബയോകെമിസ്ട്രി HOD ആയിരുന്ന പത്മകുമാർ സാർ, പപ്പ സാർ, കാര്യവട്ടം ക്യാമ്പസിലെ യാസീൻ സാർ, രാമപിള്ള സാർ, ഷീസ് സാർ, ഇവരെയൊക്കെ ഇപ്പോഴും ഇന്നലത്തെ പോലെ ഓർത്തിരിക്കുക. ഇവരുടെ ഒന്നും ആരും കാല് കഴുകി തുടച്ച് പൂവിട്ട് പോയിച്ചുകൊണ്ടല്ലോ. ആ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം കൊണ്ടല്ലോ. അല്ലാതെ കാല് കഴുകിയിട്ടില്ല, കാല് കഴുകാനും പോകുന്നില്ലോ ആരും.